ഫസൽ ഗഫൂർ, ഇവിടെ ഇവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ മഹങ്കായി അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളിൽ ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തിന്. പക്ഷേ അത് വോട്ടാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ശ്രീ ഫസൽ ഗഫൂർ, ബി ജെ പിക്ക് ഏത് സമയം എടുത്തുപയോഗിക്കാൻ കഴിയുന്ന തുറുപ്പുചിട്ടാണ് വർഗീയത. അതിൻ്റെ തീവ്രത കൂട്ടിയും തീവ്രത കുറച്ചും ഒരു മെഷീനിൽ എന്താണ് ഒരു നോബ് തിരിക്കുന്നത് പോലെ തീവ്രത കൂട്ടാനൊക്കെ അത് ചെയ്യാത്തവരല്ല മോഡിയും ബി ജെ പിയും. അത് എന്താണ് അത് ഇക്കുറിയും ചെയ്തു. വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടികൾ ചെയ്യാത്തവർ ഇക്കുറിയും ചെയ്തു. അപ്പോൾ ഇന്ത്യ സഖ്യം ഒരു സഖ്യമെന്ന രൂപത്തിൽ കൂടുതൽ ജില്ല ചെയ്ത് പ്രവർത്തിക്കുകയും അത് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയും ഒക്കെ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായി ഒരു പ്രതിപക്ഷ സഖ്യം വർക്ക് ചെയ്തു എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇനി എന്നാണെന്ന് ഇന്ത്യ സഖ്യത്തിനോ അല്ലെങ്കിൽ ഒരു ബി ജെ പി വിരുദ്ധ ഒരു മുന്നേറ്റത്തിനോ രാജ്യത്തൊരു പ്രസക്തി ഉണ്ടാവുക എന്ന് പറയാൻ കഴിയുക ശ്രീ ഫസൽ ഗഫൂർ? അല്ല, ഇതിൻ്റെ ധ്രുവീകരണം ഭയങ്കര രസകരമാണ്. ഇത് പല സ്റ്റൈലിലാണ് ധ്രുവീകരണം നടത്തിയിട്ടുള്ളത്. നിങ്ങൾ പറയാത്തൊരു ധ്രുവീകരണമുണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ DMK ഉദയനിധി സ്റ്റാലിൻ്റെ ഒരു കമൻറ്റിനെ പറ്റിയിട്ട്, സനാതന ധർമ്മത്തെ പറ്റിയിട്ട് ഒരു വിഷയം ഉണ്ടാക്കി. അദ്ദേഹത്തിന് സനാതന ധർമ്മത്തിനെതിരായിട്ട് പറയാം. അദ്ദേഹം പെരിയാറിൻ്റെ ശിഷ്യനായിട്ടുള്ള കരുണാനിധിയുടെ കുടുംബത്തിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ അവർ പെരിയാർ സനാതന ധർമ്മത്തിനെതിരാണ്. അപ്പോൾ അവിടെ ഒരു ഡിവൈഡ് വന്നു. അതേമാതിരി തന്നെ YSRCPയുടെ അവിടെ പോകുമ്പോൾ തെലങ്കാന ആന്ധ്ര ഡിവൈഡ് വരുന്നു. ഇപ്പോഴത്തെ ദളിത് മഹാദളിത് ഡിവൈഡ് വരുന്നു. ട്രൈബൽ ക്രിസ്ത്യൻ വേഴ്സസ് നോൺ ട്രൈബൽ ഹിന്ദു അങ്ങനത്തെ ഒരു ഡിവൈഡ് വരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. ഈ ധ്രുവീകരണം ഇവർ മാത്രം കൊണ്ടുവന്നതെന്ന് ഞാൻ പറയില്ല. കാരണം ധ്രുവീകരണം ആദ്യം തന്നെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഈ ജാതി പാർട്ടികളൊക്കെ ഇവിടെ ഉടലെടുത്ത് ഇപ്പം തന്നെ ബീഹാറിലും UP യിലും നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ MY ആക്കി. മുമ്പത് MYD ആയിരുന്നു. മുസ്ലിം യാദവ് ദളിതായിരുന്നു. അതിനെ ദളിതിനെ അടർത്തിയെടുത്തു. മുസ്ലിം യാദവ് ഒരു ഭാഗത്ത് നിൽക്കുകയും മറ്റുള്ള പിന്നോക്ക ജാതികളെ ഇവർ ഈ 2-3 പാർട്ടികൾ ഉണ്ടാക്കിയിട്ട്, നമുക്കറിയാം കുഷ്വാഹ പാർട്ടിയോ അല്ലെങ്കിൽ കുർമി പാർട്ടിയോ അങ്ങനെ ആയിട്ട് ഈ എക്സ്ട്രീമിറ്റി ബാക്ക്വേർഡിനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും, അപ്പോൾ ഇത് രാജ്യത്തിന് നല്ലൊരു കാര്യമല്ല. ഇലക്ഷനുകൾ നമുക്ക് ജയിക്കാം, പക്ഷേ ഒരു ഡിവിഷനിലൂടെ, കാരണം നമ്മൾ ഒന്ന് പഠിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം, വോട്ട് ശതമാനം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്ന എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എന്നാലും കോൺഗ്രസിനൊരു വലിയൊരു പരാജയമുണ്ട്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടക, ഹിമാചൽ പ്രദേശ് ഇവിടെയൊക്കെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അവിടെയൊക്കെയല്ലേ പിന്നെ ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ തോറ്റ് തുന്നം പടുന്നത്. എന്തുകൊണ്ട്? അതിൽ ഫിറ്റ് അമരേന്ദർ സിംഗ് പഞ്ചാബിൽ മനസ്സിലല്ലേ, അദ്ദേഹം നേരെ അങ്ങോട്ട് പോകുന്നു. കിരൺ കുമാർ റെഡ്ഡി ആന്ധ്രയിൽ, അദ്ദേഹം നേരെ BJP യിൽ പോയി ചേരുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണം ഉണ്ടായിട്ട് പോലും പല സംസ്ഥാനങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ അവരുണ്ടാക്കിയ മന്ത്രിസഭകൾ ശരിയല്ല. അവിടെ ജാതി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ ഈ മറ്റേ ജാതീയ കാർഡോ അല്ലെങ്കിൽ അവിടെ വർഗീയ കാർഡോ വളരെ കുറവായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടി ആദ്യ കാലഘട്ടം തൊട്ടേ അവിടെ ഭരണത്തിലൊക്കെ ഉള്ളത് 67 സംയുക്ത വിധായകദൾ മന്ത്രിസഭയുള്ള കാലത്ത് അവരുണ്ട്. പക്ഷെ അന്ന് അവിടെ വലിയ ഈ വർഗീയ കാർഡ് കൂടുതൽ ചിലവന്ന UP ബീഹാറിലാണ്, രാജസ്ഥാൻ മധ്യപ്രദേശിലല്ല. അപ്പോൾ അവിടെയൊക്കെ മന്ത്രിസഭ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ മന്ത്രിസഭകളിൽ തന്നെ തമ്മിൽ തല്ലുപിടിക്കുകയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, നമുക്കറിയാലോ രാജേഷ് പൈലറ്റായിട്ടുള്ള പ്രശ്നമൊക്കെ, മാധവറാവ് സിന്ധ്യ ആയിട്ടുള്ള പ്രശ്നമൊക്കെ. അപ്പോൾ വെറുതെ കൊണ്ടുപോയിട്ട് കമൽനാഥിനെ കൊണ്ടുവരുത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ കമൽനാഥ് എന്താണെന്നുള്ളത്. കമൽനാഥിൻ്റെ അസറ്റ് പറയുന്നത് കേട്ടില്ല നിങ്ങൾ, 720 കോടി റുപ്യാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം മോഡിയുടെ മിടുക്കാണെന്നൊന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചില്ല, മോഡിയുടെ വ്യക്തിപ്രഭാവമാണെന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചില്ല. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിങ്, 2 വാക്ക് നമുക്ക് ഉപയോഗിക്കാം. പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ്ങിൽ അതിൽ പാർട്ടികളെ പുലർത്തുക, മനസ്സിലായില്ലേ, മന്ത്രിസഭകളെ ഇല്ലാതാക്കുക, അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇവർ ചെയ്തല്ലോ. കൂടുതലും വീണ് പോയിട്ടുള്ളത് കോൺഗ്രസ് മന്ത്രിസഭകൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെ മുമ്പും ചെയ്തിട്ടുള്ളതാണ്, അവരിപ്പോൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനൊരു ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ എമർജൻസിക്ക് ശേഷം ഭജൻലാലിൻ്റെ ജനതാദൾ മന്ത്രിസഭ ഉണ്ടായിരുന്നു ഹരിയാനയിൽ. ഒരു ദിവസം രാവിലെ ഈ ഭജൻലാലും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജനതാ പാർട്ടി MLA-മാരും നേരെ കൂറുമാറിയിട്ട് അവർ കോൺഗ്രസ് MLA-മാരും കോൺഗ്രസ് മന്ത്രിമാരായിട്ട് ഭരണത്തിൽ തുടർന്നു. ചെക്ക് ചെയ്തോളൂ ഞാൻ പറയണത് ശരിയാണോ അല്ലേ എന്നുള്ളത്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും ഈ തരത്തിലുള്ള ധ്രുവീകരണ രാഷ്ട്രീയം, ഞാൻ മുസ്ലിം ധ്രുവീകരണം മാത്രമല്ല ഞാൻ പറഞ്ഞു തന്നത്, ദളിത് മഹാദളിത് അങ്ങനെയുള്ള പല ജാതി പ്രശ്നങ്ങളും, ലിംഗായത്ത്, വോക്കലിക,
ആ തലമെടുത്തും അറിയാലോ ലിംഗായത്തുകൾ അങ്ങനെ പലതരത്തിലുള്ള ധ്രുവീകരണങ്ങൾ കൂടി 7 ഘട്ടങ്ങൾ പൂർത്തി വരുമ്പോൾ 543 സീറ്റ് 414 സൂചനകൾ വരുമ്പോൾ ആക്സിസ് ബാങ്ക് ഇന്ത്യ പറയുന്നു 253 മുതൽ 284 സീറ്റുകൾ വരെ NDA സഖ്യത്തിന്. ഇന്ത്യ സഖ്യത്തിന് 120 മുതൽ 153 സീറ്റുകൾ, മറ്റുള്ളവർ 7 മുതൽ 10. അതാ ഇപ്പോൾ അഖിലേഷ് യാദവ് അവരുടെ വോട്ടർമാരോട് അപ്പീൽ ചെയ്യുന്ന ഇങ്ങനെയാണ് ഒരു കത്തിലൂടെ. BJP കൊണ്ടുവരുന്ന എക്സിറ്റ് പോളുകളൊന്നും ഇന്ത്യ മുന്നണി പ്രവർത്തകരെ സ്വാധീനിക്കാതിരിക്കുക, പൂർണ്ണ ജാഗ്രത പാലിക്കുക, ആത്മവിശ്വാസം നിലനിർത്തുക, വിജയം നമുക്കൊപ്പമാണ്, വിജയത്തിന് അടിസ്ഥാനമായ വോട്ടിങ്ങും കൗണ്ടിങ്ങും ജാഗ്രതയോടെ നടത്തണം എന്നൊരു അപ്പീലും കൂടി അഖിലേഷ് യാദവ് ഒരു കണക്കൂടി. അതായത് ടുഡേസ് ചാണക്യ ഒരു കാലത്ത് നമ്മൾ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏജൻസിയാണ്. ഇത്തവണ അവര് News 24 എന്ന ചാനലിന് വേണ്ടിയാണ് അവരുടെ പ്രഡിക്ഷൻ. അതിൽ 543 വന്നപ്പോഴേക്കും NDAക്ക് 376 എന്നതാണ് ടുഡേസ് ചാണക്യ. ഒരു സമയത്ത് ടുഡേസ് ചാണക്യ സ്ഥിരമായി അവരുടെ പ്രവചനങ്ങൾ ഫലിക്കാറുണ്ടായിരുന്നു. കണക്ക് പറഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഏജൻസി എന്ന നിലയിൽ അവരുടെ കണക്ക് ഏതാണ്ട് 376 പോയി. ഒരു പക്ഷേ BJPയുടെ ഡ്രീം 400 എത്തിയേക്കാം, സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ News 24 എന്താണ് ടുഡേസ് ചാണക്യയുടെ കണക്ക് കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഇടവേളയിലേക്ക് കടക്കുന്നു അല്ലേ? വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.